എനിക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോകാൻ പൈസ. ഓ പപ്പാന്റെ കുട്ടിക്ക് ടൂറ് പോകണല്ലേ? ഹലോ ഇത് ഞാൻ വിളിക്കട്ടോ, പിന്നെ വിളിക്കട്ടോ. നിങ്ങളോട് പറഞ്ഞിട്ടില്ലേനോ വെക്കേഷൻ കഴിയാനേ കോളേജ് തുടങ്ങിയതിന് മുമ്പേ ഫോണേ ഐഫോണിനെ അതൊക്കെ നമുക്ക് വാങ്ങി പുതിയ വേണ്ടോ? അല്ലെങ്കിൽ പറ്റൂല. 1 ലക്ഷം റിയാലോ? അല്ല എവിടുന്നാ ഉണ്ടാക്കണ്? ഈ പെര വിറ്റാ കിട്ടൂലല്ലോ അത്. എന്താ പറ്റി പറയണ? ഹക്കീമില്ലേ? ഞാൻ നിങ്ങക്ക് പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പോ എനിക്ക് തോന്നി നിങ്ങക്ക് എന്നെ മനസ്സിലായിട്ടില്ല. എന്തൊക്കെ സുഖം. എന്താ നിങ്ങളെ വർത്താനോ? അങ്ങനെ പോണ്. എന്താ പരിപാടി? എന്താ ഒന്നുമില്ലല്ലോ അല്ലേ? പരിപാടി ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ എന്താ പാട്ടൊക്കെ പാടലുണ്ടോ? അന്നൊക്കെ നമ്മള് ഒരുമിച്ച് കൊറേ പാട്ടൊക്കെ പാടിയിരുന്നല്ലേ? പാട്ടൊന്നും പാടാൻ പറ്റിയ ഒരു സന്ദർഭമല്ല യഥാർത്ഥത്തിൽ. എന്നാലും ഒരു 2 വരിയൊക്കെ പാട്ട് ഒന്ന് പാടിക്കൂടെ? അതിപ്പോ ആ പാടിയാല് അതൊരു കഴുതരാഗായിട്ട് വരും. അതൊന്നും കുഴപ്പമില്ലേ? അതൊക്കെ ഇപ്പൊ നമ്മള് പണിയെടുത്തിരുന്ന സമയത്ത് നമ്മളിതൊക്കെ ഒരുപാട് പാടിയിരുന്നതല്ലേ? മാടിയില്ലേ തോന്നിപ്പോടെ അവസ്ഥയാണ് ഇപ്പൊ. അതൊന്നുമില്ല. ഞങ്ങൾ ഒരു 2 വരി പാട്ട് പാടിക്കാണേ. ഞാൻ ഇതിന്റെ ഇടക്കങ്ങളെ പറ്റി അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നു, പക്ഷെ എനിക്ക് നേരിട്ട് വരാൻ പറ്റിയിരുന്നില്ല. അതാണ് പ്രശ്നം. दुनिया को छोड़ के കഴിയില്ല മോനൊക്കെ പാടാൻ. അടിപൊളിയായി. ഇത്ര മതി ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഒരു വിഷയം, ഞാനേ ഇപ്പൊ പോണ വൈക്കൊന്ന് കയറിയതാ. എനിക്ക് അർജന്റായിട്ട് ഒരാളെ കാണാണ്ട് ഒരു ചെറിയ ബിസിനസിന്റെ കാര്യം സംസാരിക്കാൻ. ചായ വേണ്ട, ഒന്നും വേണ്ട. കണ്ടതിൽ തന്നെ വലിയ സന്തോഷം. ഞാൻ ഇടയ്ക്ക് വരണ്ടേ? ഇപ്പൊ വീടൊക്കെ കണ്ട ഞാൻ വിളിക്കണ്ടേ? ശരിയോ? ആകാ എന്തൊക്കെ സുഖല്ലേ? ഞങ്ങൾ ഒരുമിച്ച് കുറെ കാലം പണിയെടുത്തേ. കുറച്ച് പ്രയാസത്തിലാണ്. അതെ, കുറച്ച് കുറെ പൈസ 1 ലക്ഷം റിയാല് ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കണം. ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കണം? ഇവരെ പുറത്ത് പറയില്ല. അവരങ്ങനത്തെ വലിയ ടെൻഷനിലാണ്.